ഹായ് കൂട്ടുകാരെ, ചക്കക്കുരുവും മുരിങ്ങപ്പൂവും കൂടി കൂട്ടിച്ചേർത്ത് ഒരു കറിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പം ഞാൻ അതിനായിട്ട് ഈ ചക്കക്കുരു ഇങ്ങനെ അമ്മിക്കല്ലിൽ വെച്ചിട്ട് കുത്തിച്ചതച്ചെടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ കുത്തിച്ചതയ്ക്കണം. നല്ല പോലെ കുത്തിച്ചതച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തോല് ഇങ്ങനെ പോരും. ഈ തോല് നമ്മൾ എടുക്കാൻ പാടില്ല. അത് തൊണ്ടയിലൊക്കെ ഒട്ടിക്കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരികയും ചെയ്യും, നല്ലതുമല്ല. അപ്പോൾ ഈ തോലെല്ലാം നമ്മളിങ്ങനെ കളയണം. അപ്പോൾ അതിന് വളരെ എളുപ്പമാണ് ഈ അമ്മിക്കല്ലിൽ കുത്തിച്ചതയ്ക്കുമ്പോൾ. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ കുത്തിച്ചതച്ച് തോല് കളയുകയാണ് എല്ലാ ചക്കക്കുരുവും. അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇതാണ് നമ്മൾ വേവിച്ചെടുക്കുക. ഒരു ഇത്തിരി പോലും തോല് പാടില്ല. എല്ലാ തോലും കളഞ്ഞിട്ട് വേണം നമുക്ക് ഇത് കൂട്ടാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം പോയിട്ടുണ്ട്. ഈ തോലിരുന്നോട്ടെ, ഇത് നല്ലതാണ്. ഉള്ളിലെ തോല് കുഴപ്പമില്ല. ഈ തോലാണ് കളയേണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെ എല്ലാ ചക്കക്കുരുവും കുത്തിച്ചതച്ചെടുക്കാം. മുരിങ്ങയുടെ പൂവിൽ ഒരുപാട് പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പല ജീവിതശൈലി രോഗങ്ങളെയും ചെറുക്കാൻ മുരിങ്ങയുടെ പൂവിനും കായ്ക്കും സാധിക്കും. ഈ പൂവ് ഇങ്ങനെ വിരിഞ്ഞു വരുന്ന സമയത്താണ് പറിച്ചെടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ കുറച്ച് മുരിങ്ങ കൂടി ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുലകളായിട്ടാണ് പൂവ് കാണപ്പെടുക. പൂക്കൾ നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാം, എന്നിട്ട് അറുത്തെടുക്കാം. ഇതിൻ്റെ തണ്ട് കളയുകയും വേണം. ഈ തണ്ട് ഉപയോഗിക്കാൻ പാടുകയില്ല. പൂ മാത്രം എടുത്താൽ മതിയാകും. ഇനി ഇത് നമുക്ക് വേവിക്കാൻ ഇടാം. ചതച്ച ചക്കക്കുരുവും 1/2 ഗ്ലാസ് തുവരപ്പരിപ്പും കൂടെ ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതോടൊപ്പം കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഒപ്പം തന്നെ മുരിങ്ങപ്പൂവും മുരിങ്ങ ഇലയും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം. 5 മിനിറ്റ് ഇത് തിളയ്ക്കട്ടെ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 5 മിനിറ്റ് ഇത് തിളച്ച് വരുമ്പോഴേക്കും മുരിങ്ങ വന്നിട്ടുണ്ടാവും. അരപ്പിനായിട്ട് എടുത്തിട്ടുള്ളത് 1/2 മുറി നാളികേരവും ഒരു വലിയ പച്ചമുളക് നല്ല എരിവുള്ളത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറുജീരകവുമാണ്. ഇത് നല്ലപോലെ അരച്ച് നമുക്ക് കറിയിലേക്ക് പകരാം. കറി ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട്. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികം വെള്ളം വേണ്ട. നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് പാകമായിക്കോളും. ഇപ്പം നമ്മുടെ മുരിങ്ങ ചക്കക്കുരുക്കറി റെഡി ആയിട്ടുണ്ട്. പരിപ്പൊക്കെ ചേർന്ന് നല്ലൊരു സ്വാദായി വന്നിട്ടുണ്ട്. മൺചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടാം. അപ്പം ഞാൻ തീ കുറച്ചിട്ടുണ്ട്. ഇനി കടുക് വറുത്തിടാം. നമുക്ക് കൂട്ടാൻ ഇറക്കി വയ്ക്കാം. ഞാൻ എൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ഇതാ പൊട്ടി കഴിയാറായി. ഇതിലേക്ക് ഞാൻ ഒരു പിടി കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് തീ ഓഫ് ചെയ്തു. നമുക്ക് ഈ സംഭവം കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ആഹാ, നല്ല മണമുള്ളൊരു കറിയാണിത്. ഇത് തണുത്തിരിക്കും തോറും സ്വാദ് കൂടി വരും. ചോറിലേക്ക് ഈ വേനൽക്കാലത്തൊക്കെ കൂട്ടാൻ പറ്റിയൊരു കറിയാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ. ചക്കക്കുരു മുരിങ്ങപ്പൂവ് മുരിങ്ങ പരിപ്പ് കറി.